ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഗൈസ് കുറച്ച് അപ്ഡേറ്റ് ഒക്കെയാണ്. ആദ്യത്തെ അപ്ഡേറ്റ്, ഗൈസ് റൊണാൾഡോ ഇന്നലെ കപ്പടിക്കേണ്ടതായിരുന്നു, ജസ്റ്റ് മിസ്സിനാണ് പോയത്. ഇന്നലെ തന്നെ ലീഗ് അടിച്ചേനെ. അൽ നസറും അൽ ഹിലാലും കളിയായിരുന്നു. ഒരു ഗോളിൽ ഗൈസ് 95-ാം മിനിറ്റ് വരെ ഒരു ഗോളിന് ലീഡ് നിന്നാണ് അൽ നസർ. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് കൊണ്ട് ബോട്ടിൽ ചെയ്ത് ഗൈസ്. കീപ്പർ അത്ര നേരം നൈസ് കളിയായിരുന്നു. പക്ഷേ ഗൈസ് കീപ്പറിൻ്റെ ഒരു ഇററി, ലാസ്റ്റ് മിനിറ്റ് ഗോൾ കയറിയില്ല. ഇന്ന് തന്നെ അലിയാലിനെ തോപ്പിച്ച് കപ്പടിക്കേണ്ടതായിരുന്നു റൊണാൾഡോ. എന്തായാലും അൺലക്കി ആയിപ്പോയി. ലാസ്റ്റ് മിനിറ്റ് ഗൈസ് അത്ര നേരം കീപ്പർ നന്നായിട്ട് കളിച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ഒറ്റ ഇററിലാണ് കളി പോയത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണേ ഗൈസ്. കഴിഞ്ഞ ദിവസത്തെ കളിയെക്കുറിച്ച് ആഷ്ലി വെസ്റ്റ്വുഡ് പറയുന്നുണ്ട്. ആഷ്ലി വെസ്റ്റ്വുഡ് പറയുന്നത് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആഷ്ലി വെസ്റ്റ്വുഡിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിനെ മാറ്റാൻ പറ്റിയെന്ന്. ഇപ്പം താരം പറയുന്നതെന്ന് വെച്ചാൽ കോച്ചിൻ്റെ ആഷ്ലി വെസ്റ്റ്വുഡ് പറയുന്നതെന്ന് വെച്ചപ്പം താരത്തിൻ്റെ പരിചയ സമ്പത്ത് കാരണമാണ്. താരം 16 വർഷമായിട്ടിപ്പം ഇങ്ങനെ കോച്ചിങ് കരിയർ തുടങ്ങിയിട്ട്. അപ്പോൾ അതിനകത്ത് എല്ലാ എക്സ്പീരിയൻസ് ആണ്, അതെല്ലാം കൂടെ നടന്ന് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് വർക്കായെന്നാണ് ഇപ്പം പറയുന്നത്. പിന്നെ പ്ലേയേഴ്സും അതേ മെൻറ്റാലിറ്റി കോച്ചിൻ്റെ കൂടെ നിൽക്കുന്നുമുണ്ട്. ഇപ്പം 5 കളിയായിട്ട് അൺബീറ്റഡാണ് കേരള ബ്ലാസ്റ്റേഴ്സ്, ഒരു തോൽവി പോലും ഇല്ലാതെ. നേരത്തെ ഡേവിഡ് കറ്റാലുള്ളപ്പം 5 കളിയിലും 6 കളിയിലും 7 കളിയിലും 1 പോയിൻ്റ് ചെയ്യേണ്ടേ ഉള്ളായിരുന്നു. ആഷ്ലി വെസ്റ്റ്വുഡ് നേരത്തെ വരുവാണെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. മേ ബി അടുത്ത സീസണിൽ ആഷ്ലി വെസ്റ്റ്വുഡ് കാണാൻ ചാൻസ് ഉണ്ട്. പുത്തനൊരു കോച്ചിനെ കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. നമ്മുടെ മാനേജ്മെൻറ്റാണ്, പിന്നെ പറയാനൊന്നും പറ്റത്തില്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തേക്കും. ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.